ഗൈസ് വെൽക്കം ബാക്ക് ടു ഷിഫ്റ്റബിൾ. ഇതിപ്പോൾ പോക്കമോൺ പാർട്ട് സീരീസ് 2 പാർട്ട് 2 ആണിത്. ഓക്കെ, ഞാൻ സീരീസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആൾക്കാരുടെ ഇങ്ങനെ പാട്ട് കൂടുമ്പോൾ സീരീസ് ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടാണ് അത്ര ആ സീരീസ് എടുക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ കയറിയപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യണത്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ് ബിക്കോസ് ഐ എം ടു ബിസി ടു ഇൻട്രസ്റ്റിംഗ് മൈ യു ഗെറ്റ് ഇറ്റ്. അത്ര പവർഫുള്ളൊന്നുമില്ലോ, നല്ല അടിപൊളി അറ്റാക്ക് ചെയ്യണത്. ഇവിടെ വീക്കാ. I think I'm better than last time we played, and yeah, ജമ്പ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ മേലെ കൂടെ പോകാൻ പറ്റാത്തത്. ഇതിപ്പം ജമ്പ് ചെയ്യാൻ ഭയങ്കര സുഖമായി, ജമ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ സുഖമായി. I really don't want to fight. I really don't want to. That way. I just really don't want to. ജമ്പ് ചെയ്യാൻ പറ്റാൻ അടിപൊളി കഴിഞ്ഞാലേ ആൾക്കിപ്പോൾ വേറെ ആളും ഫൈറ്റ് ചെയ്യണം. ഇവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? സത്യം പറഞ്ഞു, എന്താ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇവർക്ക് കാണാൻ പറ്റില്ല, എനിക്ക് അവോയ്ഡ് ചെയ്ത് പോകാൻ. ജമ്പ് ചെയ്യാനും പറ്റില്ല, ജമ്പ് ചെയ്യാനും പറ്റില്ല. അതായിട്ട് ഞാൻ ഇവിടെ കൂടെ ഒരു വഴി ഉണ്ടല്ലേ, ആയിക്കോട്ടെ വന്ന്. അയ്യോ, ഞാൻ അയ്യോ പറഞ്ഞത് ഞാൻ അവിടെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ ലാക്കായെന്നാണ് കരുതിയത്. എൻ്റെ ഫോൺ ലാക്കായതല്ല. അപ്പോൾ ഇവിടെ ഒരാളുണ്ടായി, ഞാൻ കണ്ടില്ല അയാളെ. ഗോ ഫജർ. ഇങ്ങനത്തെ ഫൈറ്റ് റൺ ചെയ്യാൻ പോകാൻ പറ്റുമോ ഇന്നത്തെ മാച്ചിന്? പറ്റൂല അല്ലേ? ഓക്കെ, ചിലതിൽ റൺ ചെയ്യാൻ പറ്റില്ല, ചിലതിൽ റൺ ചെയ്യാൻ പറ്റും അതിൻ്റെ അടുത്ത്. ഓക്കെ, ഞാൻ ഹീൽ ചെയ്യണം. മറ്റേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹീൽ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റും നോക്കട്ടെ, എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കാം. ബാക്കിയുള്ളതിനൊക്കെ റണ്ണവേ നോക്കി പോകാൻ പറ്റും, ഇതിന് മാത്രം റണ്ണവേ നോക്കി പോകാൻ പറ്റില്ല. ഗ്രോബിളി അതൊക്കെ എന്താ വായിക്കാവുന്നത്? ഗ്രോബിളി. ഓക്കെ, ഐ തിങ്ക് ദിസ് സ്വിച്ച്. എനിക്ക് സ്വിച്ച് എന്തുമില്ല സാറേ, സ്വിച്ച് എന്തുമില്ല. കണ്ടോ, എൻ്റെ എനർജീനെ അയാനായിക്കണം പകുതിയായി. എനിക്കത് ഈ എനർജി എന്താ സംഭവിക്കുക? എൻ്റെ ഫയർഫ്ലൈ ഒക്കെ എന്തോ വൺ ഷോട്ട് ആയാവ, ഓൾമോസ്റ്റ് വൺ ഷോട്ടാണ്. മറ്റേ കഴിഞ്ഞ റൗണ്ടിൽ ഇവൻ ഞാൻ പഞ്ച് വെച്ച് തന്നെ അല്ല അറ്റാക്കല്ല ഐ മീൻ മറ്റേ ഇതിൻ്റെ ആണ്. ഞാൻ പഞ്ച് വെച്ച് മരിച്ചു കണ്ടോ? ഇതിന് എനർജി 15, പഞ്ചിൻ്റെ എനർജി 15, മറ്റിൻ്റെ പവർഫുൾ അറ്റാക്കിൻ്റെ 20, ബാക്കി രണ്ടിൻ്റെയും അറ്റാക്ക് ഒന്ന് 15 ഒന്ന് 10. ഇവർ ലാസ്റ്റത്തെ തരത്തില്ല. ഞാൻ ഒരാൾ 3 എണ്ണയാണല്ലോ എടുക്കുക. അപ്പം 4 എടുക്കാൻ പറ്റില്ല അല്ലേ? ഇതിൽ കണ്ടിട്ട് 3 ഉള്ളൂ, 2 3 ഉണ്ട്. ചിലപ്പോൾ 4 ഉണ്ടാവട്ടെ, ഞാൻ തരം 3 കണ്ടിട്ടുള്ളൂ. ഓക്കെ ഇനി ഒരട്ട കൂടി മരിക്കൂലേ? അതിൻ്റെ എനർജി എല്ലാം കഴിഞ്ഞു. ഇനി എനർജി എല്ലാം ശ്രമിക്കുക. ഐ ഡോണ്ട് ഹാവ്. അപ്പം ഞാൻ നിൽക്കണം. യെസ് അതിന് ഭയങ്കര ഡാമേജ് ചെയ്തല്ലോ. അതേതോ അറ്റാക്ക് ഇപ്പോഴത്തെ മരിക്കാനായി സാറ്. I don't have energy. യെസ് വെക്കുമ്പോൾ I don't have energy പറഞ്ഞാണ്ട് ഞാൻ ഇങ്ങനെ പഞ്ച് ചെയ്യും. അപ്പം അത് ഓക്കെ. ഈ പൈസ കിട്ടും ജയിച്ചാലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടത്.
എൻ്റെ പോക്കിമോൻ ആയിരിക്കും. ഇതാണ് ഇവിടെ. ഇത് റണ്ണാനൊക്കെ എനിക്ക് സാധനമല്ല. എൻ്റെ പോക്കിമോൻ്റെ ഹെൽത്ത് ഇപ്പോൾ അതിന് ഇത്തിരി ഹിൽ ചെയ്യണ്ടേ. ലൈക്ക് അയ്യോ ചെറിയ കൈ പറ്റി. അയ്യോ അയ്യോ അയ്യോ. എൻ്റെ പോക്കിമോൺ അത്ര പവർഫുൾ അല്ലല്ലോ. എൻ്റെ ഹെൽത്ത് നോക്ക്, 2 ഉണ്ട്. അതും ഇതിക്ക് 2 ഉണ്ട്. ഇതിലൊന്നേ ഏതെങ്കിലും ഒന്ന് പവർഫുൾ അറ്റാക്ക് ചെയ്താൽ ഞാൻ ഔട്ട് ഓഫ് റേഞ്ച് മരിക്കും. ഓ ഓക്കെ. കണ്ടോ, അത് അത്ര സൂപ്പർ എഫക്റ്റീവ് അല്ല ഒന്നാണ്. ഓക്കെ, ഇവൽക്കൊന്നും കൂടി ഉണ്ട് എനിക്ക് ഉറപ്പാ. ഇതിൻ്റെ ഹെൽത്ത് ലോ ഇങ്ങനെ കാണിക്കുമോ? ഞാൻ എപ്പോഴാണ് അറിയണത്. ഹെൽത്ത് ലോ അത് എനിക്ക് ഹെൽത്ത് കൂടില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ചെറുതായിട്ട് കൂടി നോക്ക്. My powerful attack again. ബെൽക്ക് ഒന്നേ സാധനമുള്ളൂ. ഇത് 1 ഷോട്ട് ആയല്ലോ. എന്നിട്ട് ഇതേ സാധനത്തിന് അറ്റാക്ക് ചെയ്തത്. ഓ ഐ ഫെയിൽ. ഞാനിപ്പോൾ തിരിച്ചു പോകണ കാരണം എന്താ വെച്ചാൽ ഞാൻ ഹീൽ ചെയ്യാനാണ് പോണത്. കാരണം എൻ്റെ പെറ്റ് മരിക്കാനയക്കണം. I don't have the time to fight. I don't have the time to fight. ഇത് പെട്ടെന്ന് പോയാണ്ട് അവിടെ എത്തണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും ഉറപ്പല്ലേ. ഞാനിങ്ങനെ വാതിലിൻ്റെ മേൽ കൂടെ പോകണമെന്ന് വെച്ചാൽ ചെറിയ കാടല്ല. ഈ കാടിൻ്റെ മേൽ കൂടെയാണ് സാധാരണ ഇതൊക്കെ ഉണ്ടാവല്. അപ്പോൾ ഇത് തട്ടൂലല്ലോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ് സേഫിലേക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഹീൽ ചെയ്യുക. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. യെസ്, ഓഫ് കോഴ്സ് യെസ്. ഐ വാണ്ട് ടു ഹീൽ മൈ പാറ്റ്. ഐ തിങ്ക് റെസ്റ്റ് ചെയ്യണമെന്നോ ചോദിച്ചു തോന്നുന്നു. ഓക്കെ, ഫുള്ളി ഹീൽ ആയിക്കണം. ലെവൽ 10 ആണല്ലേ എൻ്റേത്. ഇതെന്താ ക്ലോസ് ഒക്കെ എനിക്ക് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. ഹലോ സർ, ഇവെന്ത് സംസാരിക്കാത്ത? അവിടെ ഷോപ്പിൽ ക്ലിയർ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാം. എനിക്കത് വാങ്ങാനും പറ്റില്ല. അതെന്താണ് വാങ്ങാനല്ല അയാളവിടെ നിൽക്കണത്. അയാളെ ജോലി എന്താ പിന്നെ? ഞങ്ങളവിടെ വെച്ചാണ് വാങ്ങണത്. ഹലോ വെൽക്കം ട്രെയിനിങ് എന്തൊക്കെ പറയുന്നുണ്ട്. സത്യം എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വല്ല ദിവസം പറയണമെന്ന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈ സാധനം വാങ്ങാൻ പറ്റൂല. നമുക്കിപ്പോൾ ഹീലയിൽ പോവാം. ഞാൻ ഇപ്പോൾ മൊത്തമായിട്ട് ഹീൽ ചെയ്യിക്കണം. ഇനി നമുക്ക് പോവാം. ഫോറസ്റ്റൊക്കെ തന്നെ പോകണ്ടേ? അല്ല, ഇനി ഫൈറ്റ് ചെയ്ത ആളെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. ഉണ്ടാവില്ല. ഞാൻ കണ്ടോ, അയാൾ നേരത്തെ ഫൈറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ ഉണ്ട്, മൂവ് ചെയ്തിട്ടില്ല. അയാൾ പിന്നെ എല്ലാ ദിവസവും അവിടെ തന്നെ ഇരിക്കും. ലൈക്ക് ബൂം ഷട്ടപ്പന്നെ ബൂം. ഇങ്ങനെ പൊക്കിമോൻ സീരീസ് എത്തി. ഞാനിപ്പോൾ ഫുള്ള് ഹീലായിക്കൊണ്ട് പിന്നെ ഫൈറ്റ് ചെയ്യാൻ വന്നാലും എനിക്ക് അത്ര കുഴപ്പമില്ല. ഇനിയുള്ള വഴി ഏതാ? ആയിക്കൂടെ ഒരു വഴി ഉണ്ട്. വൈൽഡ് എന്താണോ എൻ്റെ പേര്? അപ്പോൾ ജസ്റ്റ് ഡോണ്ട് കെയർ. ഈ ഗെയിം എങ്ങനെ കണ്ടുപിടിച്ച് ചോദിച്ചാൽ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചാൽ ഞാൻ പോക്കിമോൻ്റെ ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ അതാണ് കരുതിയിട്ട് കരുതിയിട്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരിക്കണ്. പക്ഷേ അത് മൈൻക്രാഫ്റ്റിൻ്റെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. ഞാൻ റോബ്ലോക്സിൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുകയും അതുകൊണ്ടാണ്
അതിൽ ഞാൻ എന്നെ ശരിക്കും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടിക്കാണെങ്കിൽ നടത്തിക്ക് ഇട്ടു പറഞ്ഞാണ്ട് സത്യം എനിക്ക് അതൊന്നും ചെയ്യാനില്ല ഇതിനെ കൊണ്ടാണ്. ഇതിൽ കൂടെ അല്ലേ അതേ ജമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് അടിക്കാൻ പറ്റൂലോ. ഇവർക്ക് സ്കിപ്പ് അടിക്കേണ്ടതെന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ലെറ്റ്സ് ബാറ്റിൽ ദെൻ. ഓക്കെ ഓക്കെ ഇപ്പോൾ അത്ര പവർഫുൾ അല്ലല്ലോ. അയാൾക്കൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കളി ചെയ്യത്. ഈ റാബിറ്റാണ് ഈ സാധനത്തിനെക്കാളും പവർഫുള്ള്. കണ്ടോ പകുതി ഇതായി. ഇവൻ്റെ ഒരു അറ്റാക്ക് കൊണ്ട് ഇതാവില്ല. ഇവൻ മറ്റേ പവർഫുൾ മറ്റേ അതാ കാട്ടിയത്. അതുകൊണ്ട് എനിക്ക് വൺ ഷോട്ട് ആക്കാൻ പറ്റുന്നു. ഞാനേ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഫോണിൽ കളിക്കാം. എനിക്ക് ലാപ്ടോപ്പ് PC കമ്പ്യൂട്ടർ അതൊന്നുമില്ല. എനിക്ക് മറ്റേ പ്ലേ സ്റ്റേഷനൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഗെയിം വെച്ചാൽ കളിക്കുന്നത്. എന്ന് വെച്ചാൽ മൊബൈൽ വെച്ചാൽ കളിക്കുക. അപ്പം കുഴപ്പമില്ലെന്ന് കരുതുന്നു. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ 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 അവിടെ ഒരു വഴി അയാളെ ഫൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഇയാളെ ഫൈറ്റ് കളിക്കാൻ എനിക്ക് സമയമില്ല സാറേ. എനിക്ക് എന്നോട് കളിക്കാൻ സമയമില്ല സാറേ. എനിക്ക് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് കളിക്കാൻ സമയമില്ല സാറേ. ഓക്കെ പോക്കിയോണ്ട് പേരെന്താ ഞാൻ നോക്കിയിട്ടില്ല. എന്നൊക്കെ ഇയാളോട് ഫൈറ്റ് ചെയ്യും. എനിക്ക് പറഞ്ഞില്ലേ ഇത് മുത്തശ്ശിയോ? എത്ര ഫൈറ്റ് ചെയ്യണ്ടാവും പോലെ? 2 3 1 അല്ല നേരത്തെ ഒരാളെ ഫൈറ്റ് ഒന്നിലുണ്ട്. 2 ഞാൻ അടുത്ത 3 ആയിരിക്കും കൂടെ വേണ്ടോണ്ട് അടുത്ത ഫൈറ്റ് ചെയ്യുമ്പോൾ. പകുതി ഡാമേജ് ഇപ്പം തന്നെ ചെയ്തില്ലേ? ഇവരൊക്കെ വീക്കാണ്. ചിലപ്പോൾ രണ്ടാമത്തിൻ്റെ കുറച്ച് പവർ കൂട്ടും. അല്ല ഇത് സാധാരണമാരല്ല. ഏതിൻ്റെ ഇത് ആണ്. അപ്പോൾ നിങ്ങൾ ഡാമേജും ചെയ്യുന്നുണ്ട് ഇവരെ പവർഫുൾ അറ്റാക്ക്. ഞാൻ അടുത്തത് കൊണ്ടുവരേ. ഞാൻ മരിച്ചാലും ഞാൻ തോറ്റ് തരൂല. ഇയാളാരാ? സിംഹം പുലി പകുതി ഡാമേജ്. ഓക്കെ അത് മറ്റേ അതിൻ്റെ പവർ കൂട്ടണത്. ഇപ്പം കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ അതേ സാധനം ഉപയോഗിക്കുന്നു. ഇത് മരിക്കുന്നു കേട്ടോ. നമ്മൾ ഹാഫ് ഹെൽത്തായി ഇപ്പം തന്നെ. അത് ശ്രദ്ധിച്ചോ? വീണ്ടും പോയി ഹീൽ ചെയ്യണ്ടേന്. അങ്ങോട്ട് പോയാൽ നമ്മൾ അതിൻ്റെ താഴ്ച കൂടെ പോകേണ്ടി വരും. എനിക്ക് വയ്യാത്ത മണി നേരെ പോവാ. അത് ഇതുകളിൽ നോക്കട്ടെ. ഇവിടെ ആയും കൊണ്ടോ? ഇവിടെ ആരുമില്ല. നേരെ വരാനെ ഫൈറ്റ് ചെയ്യാൻ ഇവിടെ. എനിമേഷൻ. ഓക്കെ എൻ്റെ ഫാദറിനെ വിളിച്ചു. ഓക്കെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുണ്ട്. അതിൻ്റെ ഇതെന്താണ്? അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ബാക്കോട്ട് വൈകിയുണ്ടോന്ന് വൈക്കോട്ടിരിക്കാൻ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാമല്ലോ തോന്നുന്നു. അതുപോലെ അത് സ്കാൻ ചെയ്യുന്നുണ്ട്. അതങ്ങോട്ട് പോയത് കേട്ടോ. ബിൽ ടെക്നോളജിക്ക് ഭയങ്കര ഇതാട്ടോ പവർ കേട്ടോ. കാരണം ഇതൊക്കെ ഇതിൻ്റെ എടുത്തില്ലത്. ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരാരും അറ്റാക്ക് ചെയ്യേണ്ടി വരില്ല എന്ന്. ഇപ്പം എന്തായി? എനിക്കിപ്പോൾ എല്ലാവരും അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ലെവൽ 7 നല്ലോണം ഡാമേജും ചെയ്യും. എൻ്റെ പകുതി ഉള്ളിൻ്റെ ഹെൽത്ത് കണ്ടോ? ഇവരെ ഒരു അറ്റാക്ക് ചെയ്യാൻ എത്ര ഡാമേജ് ചെയ്തു? ഞാൻ ആകെ അത്ര ഡാമേജ് ചെയ്തിട്ടുള്ളൂ. അല്ലാവേ ഇത് ഭയങ്കര പവർഫുൾ. ഇതിൻ്റെ ഹെൽത്ത് ഭയങ്കര ഇതാണ്. ഇത് ഭയങ്കര എനർജി പോലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത്ര കുഴപ്പമില്ലാത്തത്. ഇതിന് എനർജി ഒരുപാട് യൂസ് ചെയ്യണ്ടായിക്കൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല എനിക്ക്. കണ്ടോ അതിന് എനർജി ഇപ്പം തന്നെ കഴിഞ്ഞ്. പക്ഷെ ഇതിൻ്റെ ഹെൽത്ത് നോക്ക്. ഇത് ഭയങ്കര പവർഫുള്ളാണ് സാധനം.
ഇതിൻ്റെ എനർജി ഇപ്പം എങ്ങനെയാണ് കിട്ടുകയും ചെയ്ത് അള്ളാവേ. ഇതൊക്കെ എനർജി തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇത് ഏത് പോക്കിമോനെ? ഈ പോക്കിമോനെ റണ്ണാവുകയും ചെയ്യാനും പറ്റൂല. ഞാൻ ട്രൈ ചെയ്തു കേട്ടോ, പറ്റിയില്ല, പറഞ്ഞില്ല എന്നുള്ളൂ. ഞാൻ അത്രയും എനർജി തിരിച്ചു വന്നാൽ ഞാൻ പെടും, ഉറപ്പാണ്, എന്തായാലും പെടും. ഓക്കെ ഫൈൻ, ഞാൻ പഞ്ച് ചെയ്തോളൂ. പഞ്ച് ഓക്കെ. നമ്മൾ അത്രയും ആക്കിയില്ല, നമുക്ക് ഫുൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിനെ. പക്ഷേ ഇത് നമുക്ക് ഫുൾ ഹെൽത്ത് ഇല്ലല്ലോ, അതാണ് കുഴപ്പം. നമുക്ക് എന്തായാലും തോൽക്കും, ഉറപ്പാണ്. കാരണം ഓനക്ക് എനർജി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, ഞാൻ മരിച്ച്, ക്രിട്ടിക്കൽ ഹിറ്റാണത്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങോട്ട് ടെലപ്പോർട്ടായി. ഓക്കെ, അതിൻ്റെ പോക്കിമോൻ ഇപ്പോൾ കുഴപ്പമില്ല, ഫുൾ ഹെൽത്താണ്. ഷോട്ട് ചെക്ക്. ഞാൻ പണ്ടത്തെ മാരൊക്കെ കാട്ടുമ്പോൾ ഇതാവില്ലേ, ഫയർ ഈസ് ബിൽഡ്. സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ, നേരത്തെ സംസാരിക്കാൻ പറ്റില്ല. ഇനി യൂസ്ഫുള്ളായിട്ട് എനിക്ക് 1344 പൈസ ഉണ്ട്. അപ്പം ഇത് വാങ്ങിയേക്കാം, മറ്റേ ക്യാപ്ചർ ചെയ്യുന്ന സാധനം. 2 മണിയല്ലോ, 3 നല്ല മതിയായി, എനിക്കധികം പൈസ ഒന്നുമില്ല. സപ്പോസ് ഓക്കെ, താങ്ക് യു. ഇനി മറ്റേ സ്മെൽ മെഗ ബോട്ടിൽ എന്താ, അതിനൊന്ന് വാങ്ങാല്ലേ, ഒന്ന് വാങ്ങാം. ഓക്കെ, അക്കോസ് താങ്ക് യു. ആൻഡ് ഓക്കെ, പ്ലീസ് കം അഗൈൻ. ഓക്കെ, ഞാൻ വീണ്ടും വരുന്നുണ്ട്. പിന്നെ വരാം. പിന്നെ മറ്റേ പോഷൻ എന്താ കാട്ടില്ല എനിക്കറിയാം, എന്താ കാട്ടാന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മറ്റെന്താ കാട്ടാന്നറിയാം. ഇങ്ങനെ മേൽക്കൂടി ചവിട്ടി പോയിട്ട് എനിക്ക് പെട്ടെന്ന് എത്താലോ അവിടെ. ഇവൾക്ക് എന്താണ് ഇങ്ങനെ ചാടുന്ന എബിലിറ്റി കളഞ്ഞാണ്ട്? എല്ലാ ഗെയിമിലും ഉണ്ട് എബിലിറ്റി. എന്നിട്ട് ജമ്പിങ് ആണ് എല്ലാ റോബ്ലോക്സിലും എന്ന് വെച്ചാൽ എല്ലാ നോ ജമ്പിങ് എന്ന് മറ്റേ ഹോബി ഉണ്ട്, നോ ജമ്പിങ് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഹോബിയിലൊക്കെ നോ ജമ്പിങ് നിന്ന് പേരിൽ തന്നെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇന്നോട്ട് ഇതിലില്ല. 11 ലെവലാകുമ്പോൾ 5 ഒന്നും എന്തും ചെയ്യില്ല അല്ലേ. ഓക്കെ, ആകെ ഇത്തിരി ഡാമേജ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്യണതിനത്, എന്നാലും ഫൈറ്റ് ചെയ്യണത് തന്നെ. എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ലല്ലോ. ഫൈനൽ അറ്റാക്ക്. എനിക്ക് വന്ന വായിക്കൂടെ പോകണ്ട. എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞാൻ ഫൈറ്റ് ചെയ്ത് അത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. പിന്നെ ക്യാപ്ചർ ചെയ്യാൻ വെക്കും. ഞാൻ പഞ്ച് അത്ര ഡാമേജ് ചെയ്യില്ല എന്ന് കരുതി. അതാ ഓക്കെ, അങ്ങോട്ടല്ല അല്ലേ. ഇതാരാ ഇവനെ അറ്റാക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ മറ്റേ സാധനം വാങ്ങിയില്ലേ, അത് കൂടെ കുടിച്ചാൽ വെച്ചാൽ അധികം വേണ്ട. നമുക്ക് ഓൻ്റെ ലെവൽ അത്ര ചെറുതാണ്, 3 2 ഒക്കെ ഉള്ളു. എനിക്ക് ഇതിന് വാങ്ങിയപ്പോൾ എനിക്ക് ഇതിന് 5 ലെവലായിട്ട് കിട്ടിയ തോന്നുന്നു. 5 6 4 ലെവല് പറ്റില്ല, ഭയങ്കര ഹയർ ലെവലാവണം. അവരെന്തോ ഡാമേജ് ചെയ്യണില്ല ഇപ്പം. ഇയാളെ നമ്മൾ നേരത്തെ ഫൈറ്റ് ചെയ്യാത്തക്കൊണ്ട് ഇയാളെ വീണ്ടും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം പിങ്ക് സ്ഥലത്ത് പോകണം. ഇപ്പോൾ ഒരാൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലെവൽ 3 ആണ് ഈ സാധനം. ഇവരൊക്കെ ഞാൻ സിമ്പിളായി അറ്റാക്ക് ചെയ്യും. കളിയാക്കൊണ്ട് ഈ പിങ്ക് അറ്റാക്ക് ചെയ്യണ്ട. മറ്റു നേരത്തെ നേരത്തെ കല്യാണം അവിടെ തന്നെ വന്നിട്ടുണ്ടാവും. ഇപ്പം കൊണ്ടോ ഇപ്പം മരിച്ചാൽ വീണ്ടും റീസെറ്റ് ആവണ്ടല്ലേ. ഓക്കെ, വീണ്ടും അതേ ആനിമേഷൻ ആയിരിക്കും. ഈ രണ്ടാമത്തെ ആനിമേഷനില്ലേ എപ്പോഴും നമുക്ക് ഇല്ലേ ഒരുപാട് എടുക്കാൻ തോന്നും. കാരണം എന്താ, ഫസ്റ്റ് ആനിമേഷൻ നമുക്ക് എന്താ വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. രണ്ടാമത്തെ ആനിമേഷനാ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കാണാൻ തോന്നില്ല.
നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടാവും, തോന്നാത്തവരും ഉണ്ടാവും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. അതാരാ ഇതൊക്കെ ഇത് നേരത്തെ ഫൈറ്റ്. ഇപ്പം ഞാൻ ഫുൾ ഹെൽത്താണ്. ആകെ ഒരു ഇത്തിരിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഇത്തിരി പോയിട്ടുണ്ട്. എൻ്റെ 34 ഹെൽത്ത് ഉണ്ട്. എനിക്ക് 33 ഇതിനുള്ളിൽ കണ്ടോ. ഞാൻ അയക്കാണ്ട് ഡാമേജ് ചെയ്യണ്ടില്ലേ? അത് ഇന്ന് ചെയ്യണേക്കാട്ടും പ്ലസ് എത്തിച്ചത്. ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ക്യാനോട്ട്. ഇപ്പം എനിക്ക് പിടിക്കാനും പറ്റില്ല. പോക്കിമോനെ പിടിക്കാനല്ലേ ഇത്. ഇപ്പം ഞാൻ പോക്കിമോനെ പിടിക്കല്ല, വേറെ എന്താ എനിക്ക് ജോലിയുള്ളത്? പറ്റോടെ ഞാൻ ചെയ്യേണ്ടതാണെന്നാ. ഫൈൻ, ഐ വിൽ ഫിനിഷ് ദിസ് ഗായ്. അതിൻ്റെ എനർജി കഴിയാനാകുമ്പോൾ തിരിച്ച് എനർജി കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറ്റണില്ല. നമ്മളിത് എനർജി ചെയ്യുമ്പോൾ നമ്മൾ കൈയോണം അറ്റാക്ക് ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. അതായത് നമുക്കായിട്ട് ഓൻ്റെ കൂടെ ഹെൽത്ത് ഉണ്ട്, അത് വേറെ കാര്യം. കണ്ടോടി, ഞാൻ നേരത്തെ ഒന്ന് കൊല്ലാനയക്കണ്. എന്നിട്ട് ഞാൻ മരിച്ചത് എന്താ കാര്യം? എനിക്ക് ഞാൻ കുറേ കളിച്ചപ്പോൾ പകുതി ഹെൽത്തില്ല. എനിക്ക് പകുതി. ഇപ്പം എനിക്ക് ഫുൾ ഹെൽത്ത് ഉണ്ടായി. കളിച്ചപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. എൻ്റെ ഈ എനർജി കഴിയാനയക്കണ. എനർജി കൂട്ടാൻ വയ്ക്കോ? ഞാൻ ജയിച്ച് കണ്ടോ. എൻ്റെ എനർജി കഴിഞ്ഞില്ല. പക്ഷേ നേരത്തെ എനർജി കഴിഞ്ഞു, പക്ഷേ എനർജി കഴിഞ്ഞില്ല. ലെവലപ്പ് ആകുമ്പോൾ എനർജി കഴിയില്ല അല്ലേ? യെസ്, അഫ്കോഴ്സ്, യെസ്. സേവ് വെക്കാല്ലേ? എനിക്കിതിനെന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. എന്താ ന്യൂ എബിലിറ്റി? ഓ ഓ ഓ ഓ ഞാൻ അറിയാതെ സേവ് നിൽക്കിങ്. സേവ് ചെയ്യണ്ട. എന്താ ഞാൻ എൻ്റെ പെറ്റാവും. സത്യം പറയാം, എൻ്റെ പെറ്റാണ് കരുതി. എൻ്റെ പെറ്റാവും ഞാൻ കരുതി. സത്യം പറയാം. നെക്സ്റ്റ് ആയിക്കൂടെ ആയിരിക്കും തോന്നുന്നു. ഇനി മറ്റേ അതിനുള്ളിൽ മൊത്തം ഡാർക്ക്നെസ്സാ? അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ആളല്ലേ ഇയാൾ? ഓർമ്മ ഉണ്ടോ ഇയാളെ എവിടെ ഇപ്പോൾ ടെലപ്പോർട്ടായി വന്നത്? ഇയാളെ ഒരു കാര്യം കേൾക്കാൻ എനിക്കൊരു താല്പര്യമില്ല. നമുക്കിന്നെ അതിനുള്ളിൽ എന്തുകൊണ്ട് റെഡ് കളർ? എന്താ ചെസ്സാണത്? ഇവിടെ പോവാനും പറ്റില്ല. ജമ്പ് ചെയ്യാൻ പറ്റണ അങ്ങോട്ട് കൂടെ പോയിനി, അതും പറ്റില്ല. ഈ ജമ്പ് ചെയ്യാൻ പറ്റണ എന്തെന്നതിനെ ഈ ഗെയിമൊക്കെ കംപ്ലൈൻറ്റ് എടുത്താലോ? ജമ്പ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്ഥലം പോയി കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ, അല്ല ഇപ്പോൾ സ്ഥലം അടുത്ത സ്ഥലം ലൈക്ക് നെക്സ്റ്റ് സ്ഥലം ഏതാ? അവിടെ നേരത്തെ നോക്കിയതല്ലോ. ഇതിൽ കൂടെ പോയാൽ പിന്നെ ആയിക്കോട്ടെ വരേണ്ടി വരും. എനിക്ക് ചെയ്യാം. അതുകൊണ്ട് I just don't know what I'm really supposed to do, but okay, I need to find next place. അടുത്ത സ്ഥലം കണ്ടുപിടിക്കണം. അതിൽ dad is taking down the Nasdaq of the. ചിലപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഡാഡ് നമ്മൾ വിളിക്കും തോന്നുന്നു. നേരത്തെ നമ്മൾ ഇങ്ങനത്തെ വരെ ഫസ്റ്റത്തെ ഇത് വിളിച്ചമാതിരി ബസ് വന്നാണ്ട് ഐ വാണ്ട് ടു ഫൈറ്റ്. ബട്ട് എനിക്ക് ഒരു പോക്കിമോണിലും വേണം. അവിടെ 6 ആയിക്കൊണ്ടാണ് ഞാൻ ഇതിനെടുക്കുന്നത് തന്നെ. ഇപ്പം ഏറ്റവും പവർഫുൾ ഇതുവരെ കണ്ടത് ഇത് സാധനത്തിനാണ് മാത്രമാണ്. ഞാൻ ഇതിനോട് പഞ്ച് ചെയ്ത് നോക്കാം. വീക്കാണ്, പക്ഷെ നമുക്കിതിനെ പിടിക്കാൻ പറ്റും. ഇപ്പോൾ പിടിക്കാൻ വെറുതെ കൂടെ ഇതിൻ്റെ പഞ്ചത്തെ പവർഫുള്ളൊന്നും അല്ല കേട്ടോ. അത് കൊട്ടുന്ന ലോയൊക്കെയുണ്ട്. മറ്റേ എൻ്റെ ന്യൂ എബിലിറ്റി എങ്ങനെ എടുക്കാൻ പറഞ്ഞേ? മറ്റേ ചിലപ്പോൾ മെനു കയറി ഒന്നുകൂടി വർക്ക് ചെയ്യാൻ
ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യണ്ടതെന്ന് പറയട്ടോ. എനിക്ക് വേറെ ചെയ്യേണ്ട ഒരു താല്പര്യകാരണ സംഭവമല്ല. വന്നു അതിലൊന്നും കണ്ടില്ല. ഇതിനെ മറ്റായിട്ട് മരിക്കാൻ മതി. മരിച്ച് ഇത് ഭയങ്കര പവർഫുൾ ആവുന്നതാണ്. പവർഫുൾ ബീയിങ് ഇൻ ദ യൂണിവേഴ്സ് ലൈക്ക് ഇനി റൂട്ട് 3 വേണം. റൂട്ട് 3 ഇതിനെ ഫൈറ്റ് ചെയ്തിട്ട് ഈ പോക്കിമോനെ കിട്ടും. ലെവൽ 5 ആണ്. നേരത്തെ ലെവൽ 6ഉം ലെവൽ 4ആണ്. അതിൻ്റെ ഇടയിലാണിത്. ഈസി ചിലപ്പോൾ ലെവൽ 6ന് വരെ അറ്റാക്ക് ചെയ്താൽ കിട്ടില്ല. ലെവൽ 4ന് വരെ അറ്റാക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടും. ഐറ്റംസ് പോയേക്കാം. ഓക്കെ ഐറ്റംസ് യൂസ്. ഓക്കെ പിന്നെ ഇപ്പോൾ വരും. യെസ് ഞാൻ നെക്കിയപ്പോൾ അങ്ങോട്ട് അയ്യോ അതിങ്ങനെ നെക്കിയോണ്ട് തിരിയണമെന്ന് അല്ലേ. ഞാൻ അടുത്ത ആവശ്യം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിനെ കുറച്ചുകൂടി ലോ ആക്കട്ടെ. ചിലപ്പോൾ കൊണ്ടുവന്നല്ലോ. അയ്യോ ഞാൻ പഞ്ച് ചെയ്യാതെ നോക്കിയത് അറിയാതെ എൻ്റെ കൈ തട്ടി പോയതാണ് എനിക്ക്. അയ്യോ ആ കുഴപ്പമില്ല. യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി. ഞാൻ അടുത്ത സ്ഥലം കണ്ടുപിടിക്കണ്ടേ. റൂട്ട് 3 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യം ഇത് ഇതാക്കട്ടെ. ഓക്കെ യെസ് ഓഫ്കോഴ്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനും നോക്കാനും പറ്റില്ല. എന്തായാലും നമ്മൾ ബാക്കിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ടെലിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഓല് അത് പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയിട്ട്. ഇങ്ങോട്ടൊരു പാത്തുണ്ടല്ലോ. സാധാരണ എന്തെങ്കിലും പാത്തുണ്ടെങ്കിൽ ഞാൻ മെയിൻ വേക്ക് പോകാനായിരിക്കും. ഇതെന്തോല്ല അവിടെ എന്തോല്ല ഓക്കെ ഇതെന്താ റൂട്ട് 1 അല്ലേ അത്. ഇതെന്താ ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. ഓക്കെ ഇതാക്കുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഹിയർ. ഇതാക്കണം നമ്മളൊക്കെ I'm just a breaking here, have 0 Robux. If you subscribe, and I got 1,000 subscribe, I can ask my mother, and if my mother see my channel, he will think maybe I can get Robux and upgrade my character and get more subscribers, so he will give me 1,000 subscriber end of this year, because we have 0 subscriber now. So our goal is get 1,000. 1,000 is too soon anyway, so like okay this guy okay ഇയാളെ കൊണ്ട് എന്താ ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഫേസ് കാട്ടണ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഓലിങ്ങനെ സംസാരിക്കും വേണം കളിക്കും വേണം. അപ്പോൾ സംസാരിക്കുമ്പോൾ ക്യാമറക്കൊക്കെ സംസാരിക്കണം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിയാണ്ട് കളിക്കും. ചില സമയത്ത് എന്തും കാട്ടാതൊക്കെ നമ്മൾ വേണമെന്നുണ്ട്. ഇപ്പം നമ്മൾ മൂവിയാണ് തോന്നുന്നു. എൻ്റെ ഫേസ് കാട്ടാൻ എനിക്കൊരു താല്പര്യമില്ല. എൻ്റെ ആയിക്കൂടെ കുഴപ്പമില്ല. നമ്മളെ ആനിമേഷൻ പണമാര് ഇല്ലേ കണ്ടോ എനിക്ക് പെട്ടെന്ന് ഞാൻ ഫീൽ ചെയ്യാതെ തന്നെ എനിക്ക് തോന്നി. ഇതൊക്കെ വെക്കുകയാണെങ്കിൽ മറ്റേ അവിടെ ജമ്പ് ചെയ്യാൻ സുഖമായിരുന്നു. കുട്ടികൾ ഇങ്ങനെ ഒരാൾ നിന്നാൽ മതി അവിടെ വെറുതെ നിന്നാൽ മതി. അപ്പോൾ ജമ്പ് ചെയ്യാൻ സുഖമായിരിക്കും. ഇങ്ങനത്തെ ആലോചിച്ച് ഈ ടീച്ചർ ഭയങ്കര നിങ്ങളുണ്ട്. എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കെന്ത് മനസ്സിലാവണില്ല. എന്ത് ചെയ്യണ്ടേ
ഓക്കെ എൻ്റെ പെറ്റൊക്കെ ഞാനിപ്പോൾ അങ്ങനെ ഫസ്റ്റ് കാട്ടുമ്പോൾ അതിന് ബോറിങ് വിളിച്ച ആളാണ് എൻ്റെ പെറ്റ്. എന്നിട്ട് ഇപ്പോൾ കാട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല. ദാറ്റ് മീൻസ് എൻ്റെ പെറ്റക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കണം. ആ വെൻഡിങ് മെഷീനാ വെൻഡിങ് മെഷീൻ വെൻഡിങ് മെഷീൻ വെൻഡിങ് മെഷീൻ വെൻഡിങ് മെഷീൻ ഞാൻ എന്ത് ചെയ്യണ്ടേ? ആ ഇവിടെ ഇതാണോ വയ്യ? അടുത്ത സ്ഥലത്ത് പോലെ വയ്യ. റൂട്ട് 2 ആണല്ലോ. ഇത് റൂട്ട് 2. ഇയാളോട് സംസാരിക്കണമല്ലോ. ഇയാളോട് സംസാരിക്കാൻ വയ്ക്കണില്ല. ഇനി അടുത്തത് ഞാനൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കും ഇട്ടാം. കാരണം പാർട്ട് 3 എന്തായാലും ഇടും. ഇപ്പോഴല്ല. ഇനി ഇയാളെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്നാണ്. ഹാവ് എ ഫൈറ്റ്. ഓക്കെ ഇനി ഇങ്ങോട്ട് തന്നെ വന്നേനെ. വന്നിങ്ങനെ തല്ലി കൊല്ലും. സത്യം പറയാം. അതിൻ്റെ ലെവൽ ഏഴിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് കളിയെടുത്ത് തോന്നുന്നു. ഇറ്റ് സൂപ്പർ എഫക്റ്റീവ്. ഓക്കെ അതിനെ ടിക്കൽ ചെയ്തിട്ടുള്ളൂ. ഇവർക്ക് 2 പൊക്കിമോ ഉണ്ട്. അപ്പോൾ 2 ഫൈറ്റ് ചെയ്യണമല്ലോ. ഇതേമാതിരി വീക്കിലാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഫൈറ്റ് ചെയ്യണമെങ്കിൽ. നോ ബിക്കോസ് നമുക്ക് വേറെ ഇതില്ല. ഇതൊക്കെയുണ്ട് പക്ഷേ. കാരണം ഇപ്പോൾ ഫൈറ്റിൻ്റെ മൊത്തം എബിലിറ്റി വെച്ചാൽ എന്താ സംഭവിക്കാം? പവർഫുൾ. ഇതിൽ കോംബോ ചെയ്യാൻ പറ്റൂലേ? അതാണ് എന്ന് വെച്ചാൽ മറ്റാൾ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അയാളെ ഫൈറ്റിങ് കൊള്ളണം. അല്ല നമുക്ക് കോംബോ ചെയ്താണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് പൈസ കിട്ടിയേ. ഈ